അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അജന്ത എല്ലോറയാണ്. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലാണുള്ളത്. അജന്ത എല്ലോറ കേവ്സാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലോറ ആൾ അജന്തയാണ്. അപ്പോൾ നമുക്ക് എല്ലോറ കേവ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കൈലാസ ക്ഷേത്രം 16ാമത്തെ ഗുഹയാണ്. പിന്നെ ഇവിടെ ഈ എല്ലോറ കേവ്സിൽ ഹിന്ദു, ബുദ്ധ, ജൈന എന്ന മതസ്ഥരുടെ നിരവധി ഗുഹകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൈലാസ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയേണ്ടവർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, ഇവിടെ കുറേ അങ്ങനത്തെ കൊത്തുകൊണ്ട് നരസിംഹത്തിൻ്റെയും ദേവേന്ദ്രൻ്റെയും എല്ലാം. അപ്പോൾ നമ്മൾ ഈ കലാക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ കൈലാസ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കുറേ ഗുഹകൾ. നമ്മളെ ഇവിടുന്ന് നിങ്ങൾ കണ്ടാൽ, വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇതിൻ്റെ അപാരമായ വലിപ്പവും ഒന്നും മനസ്സിലാവും. നിങ്ങളിവിടെ വന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും വലുത് എന്നുവെച്ചാൽ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കൂലേ, എനിക്കതിൻ്റെ എന്നുവെച്ചാൽ മുകളിൽ നിന്നൊരു പാറ കൊത്തി എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. മുകളിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മൊത്തം വിഷയം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഉണ്ടാക്കിയിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. പക്ഷേ സാധാരണ ഉണ്ടാക്കുക അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉണ്ടാക്കിയിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. ഫ്രണ്ട്സ്, ഇത് ഒറ്റ പാറ കൊണ്ടെടുത്താണ്. പിന്നെ ഇത് 5 തലമുറകൾ, എന്നുവെച്ചാൽ 5 നൂറ്റാണ്ടുകൾ, എന്ന് വെച്ചാൽ 500 വർഷം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. മാത്രവുമല്ല, ഇവിടെ നശിച്ചു പോയ കുറേ ചിത്രങ്ങളും, പിന്നെ ഇവിടെ കുറേ ആനയുടെ പ്രതിമയുണ്ട്. അത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞ രാജാവ്, ഡൽഹി രാജാവോ, എനിക്ക് അദ്ദേഹത്തെ പറ്റി അങ്ങ് നല്ലോണം അറിയില്ല. അദ്ദേഹമാണ് ഇത് നശിപ്പിച്ചത്. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ, വളരെ ഭംഗിയായിരുന്ന കുറേ ഭാഗങ്ങൾ നശിപ്പിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. നമ്മളിപ്പോൾ ഇവിടെയുള്ള ഗുഹകൾ കാണാൻ പോവാണ്. അപ്പോൾ ഗുഹയിലേക്ക്, ഇവിടെ ഇന്ത്യ കൈലാസ ക്ഷേത്രം ഒരു ഗുഹയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുണ്ട് കുറേ ഗുഹകൾ. ഞാൻ കാണിക്കാം. ഓക്കെ, ഈ തുമ്പിക്കൈ മുറിഞ്ഞ ആനയുടെ തൊട്ടടുത്തുള്ള സ്തംഭം 20 രൂപയുടെ നോട്ടിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ഇടത്തു ഭാഗത്ത് കൊത്തിവെച്ചിരിക്കുന്നത് മഹാഭാരത കഥകളാണ്. ചില ഭാഗത്ത് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഭീമനെയും ദുര്യോധനെയും എല്ലാം കാണാൻ പറ്റും കേട്ടോ. ചുറ്റമ്പലത്തിന്റെ ഭാഗത്ത് ശിവന്റെ പല പല രൂപങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
പാർവതി ശിവനോട് പിണങ്ങിയിരിക്കുന്ന രൂപമാണത്ര ഇത്. ഇതാണ് നേപ്പാളിലെ ആരാധിക്കുന്ന ശിവൻ. ഇത് അവിടെ പണിയെടുത്തിട്ടുണ്ടായിരുന്ന നേപ്പാളികൾ കൊത്തിവെച്ചതാണ്. ഇവിടെയൊക്കെ നമ്മുടെ ആനക്കുട്ടന്മാരുടെ പ്രതിമയുണ്ട് കേട്ടോ. ഉയർന്നു നിൽക്കുന്ന ഗോപുരം കാണാം, എന്ത് രസല്ലേ. ഇതൊക്കെ ശിവന്റെയും പാർവതിയുടെയും പല പല രൂപങ്ങളാണ്. ഇത് വീരഭദ്രന്റെ രൂപമാണെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ക്ഷേത്രത്തെ ചുറ്റി വടക്കേ വശത്തെത്തി കേട്ടോ. ഈ ഭാഗത്തും ധാരാളം ശില്പങ്ങളുണ്ട്. പണ്ടുകാലത്ത് യന്ത്രങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശില്പങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ പാറ തുറന്നുണ്ടാക്കിയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയും കാണാനില്ലത്ര ഈ പരിസരത്ത്. ആ പാറയുടെ അവശിഷ്ടങ്ങൾ എവിടെയാണ് കൊണ്ടുപോയത് ആർക്കറിയാം. ഇത് കണ്ടോ, അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണുവിടെ എന്ത് ഭംഗിയുള്ള രൂപമാണിത്. ഇതിന്റെ മുകളിൽ കയറിയാലാണ് കൈലാസനാഥനെ നമുക്ക് തൊഴാനാകുക. ചുമരിൽ കാണിച്ചിരിക്കുന്നത് രാമായണത്തിലെ മുഴുവൻ സംഭവങ്ങളാണ്.
രാമനെയും ഹനുമാനെയും എല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഭാരതത്തിലെ 2 ഇതിഹാസങ്ങളും എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈലാസക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അഭിയേച്ചി ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു വലിയ മണ്ഡപവും ഉണ്ട്. ഇവിടെ ഇപ്പോൾ പൂജയൊന്നുമില്ലെങ്കിലും എല്ലാവരും ചെരുപ്പെല്ലാം അഴിച്ചു വെച്ചാണ് ആരാധനയോടെ തൊഴാൻ വരുന്നത്. തൂണുകളിലൊക്കെ എന്താ കൊത്തുപണി! ഇതാണ് കൈലാസ ക്ഷേത്രത്തിലെ വലിയ ശിവലിംഗം. ഇതിൻ്റെ ഓവ് ഇടത്തോട്ടാണ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഇത് വലിയൊരു ശിവലിംഗമാണ്. നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ശിവലിംഗത്തിലും വലത്തോട്ടാണ് ഓവുചാലുണ്ടാവുക. പക്ഷേ ഇതിൻ്റേത് ഇടത്തോട്ടാണ്. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളുമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊന്നും ഇപ്പോൾ നിലവിൽ പൂജയില്ല. ഇത് നമ്മുടെ എല്ലാവരും നഗരാണ് മൊത്തം. അങ്ങനെ ഞങ്ങൾ താഴെ ചേർന്ന് കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വന്നു. ഇത് കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള കുറച്ച് ഗുഹകളാണ്. നമ്മളിൽ പോകാൻ പോകുന്നത് അങ്ങോട്ടേക്കാണ്. ഇവിടെ കാണുന്ന കുറച്ച് മുകളിലേക്കുള്ള ഗുഹകൾ ദശാവതാര ഗുഹകളാണ്. അവിടെ ദശാവതാര രൂപമുണ്ട്. അവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് അവിടെ ഇപ്പോൾ ക്ലോസ് ആണ്. ഇവിടെയുള്ള ഗുഹകൾ 1-13 ബുദ്ധ ഗുഹകളും 14-29 ഹിന്ദു ഗുഹകളും 30-34 ജൈന ഗുഹകളുമാണ് ഉള്ളത്. ഇത് ബുദ്ധന്മാരുടെ പണ്ടുകാലത്തെ പഠന ആലയമാണ്. പിന്നെ ഇതുപോലെയുള്ള ചില ഗുഹകളിൽ ബുദ്ധ സന്യാസികൾ വന്നിട്ട് തപസ് പിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ബുദ്ധ ഗുഹയാണ്. ഇവിടെ ബുദ്ധന്റെ പ്രതിമയും ബുദ്ധ സ്തൂപവും ഉണ്ട്. ഇത് ആനയുടെ അസ്ഥികൂടം പോലെയുള്ള ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുഹയാണ്. ഇത് 30 മുതൽ 34 വരെയുള്ള ജൈന ഗുഹകളാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ കൈലാസനാഥ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇവിടെ എത്തിച്ചേരാൻ ബാറ്ററി വണ്ടികളുടെ സൗകര്യമുണ്ട്. കുബേരൻ, ഇന്ദ്രൻ, പിന്നെ തീർത്ഥങ്കരന്മാർ എന്നിവരുടെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. പാർശ്വനാഥന്റെയും മഹാവീരന്റെയും പ്രതിമകൾക്ക് പുറമെ
ഗോമതേശ്വരന്റെയും പ്രതിമ ഇവിടെയുണ്ട്. മുപ്പതാമത്തെ ഗുഹ ഛോട്ടാ കൈലാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൈലാസ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ രൂപമാണ്. ഇവിടെ മഹാവീരസ്വാമിയുടെ വളരെ മനോഹരമായ ഒരു പ്രതിമ കാണാം. ഇവിടെയും കൈലാസ ക്ഷേത്രത്തിലെ പോലെ ധാരാളം ആനകളുണ്ട്. പക്ഷെ തുമ്പിക്കൈ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഗണപതിയെ പോലെ കൊമ്പാണ് നഷ്ടപ്പെട്ടത്. ഇന്ദ്രസഭ എന്നറിയപ്പെടുന്നതാണ് മറ്റേ ഒരു പ്രധാന ജൈന ഗുഹ. ഇവിടെ തീർത്ഥങ്കരന്മാരുടെ സഹായികളായ യക്ഷനും യക്ഷിയുടെയും പ്രതിഷ്ഠകളുണ്ട്. ഇന്ദ്രസഭയിലിരിക്കുന്ന പല സിദ്ധന്മാരുടെയും ചിത്രങ്ങൾ കാണാം. പാർശ്വനാഥ സ്വാമിയുടെ അതിമനോഹരമായ പ്രതിമ ഇവിടെയുണ്ട്. സമ്പത്തിന്റെ ദേവനായ കുബേരന്റെ പ്രതിമയാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ബുദ്ധന്മാരുടെ വേദം പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചാണ്, ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കില്ല. ഇത് ഒരു സ്കൂളാണ്. ഇപ്പോൾ 6 മണിയായി, നമുക്ക് പോകാൻ സമയം. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇവിടെ നിർത്താം. നാളെ അജിന്തയുടെ വിശേഷങ്ങൾ. ലെറ്റ്സ് ഇസ് മീ.